നൽകിയത് ഭൂമി കയ്യേറ്റം ചോദ്യം ചെയ്തതാണ് പ്രകോപനമായി മാറിയത്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കേരളത്തിനാകെ നേട്ടമായെന്ന് മന്ത്രി പി രാജീവ് റിപ്പോർട്ടറിനോട്. നിക്ഷേപത്തിന് സംസ്ഥാനത്ത് ഒരു തടസ്സവും ഉണ്ടാകില്ല. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും പി രാജീവ് പറഞ്ഞു. കേരളത്തിന്റെ ആകെ നേട്ടമായി മാറിയിരിക്കുന്നു. നമ്മൾ ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളം കുറെ കൂടി ലോകത്തിന് മുൻപിൽ വിസിബിളായി. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഒരു പുതിയ കേരളത്തിലേക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഉള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ആർക്കും ഇനി മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ശ്രീ നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ പോയി ഞാൻ കാണുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ റോഡിന്റെ മാത്രമല്ല വേറൊരു പ്രപ്പോസൽ കൂടി അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതായത് ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് വേണമെങ്കിൽ ലോജിസ്റ്റിക് പാർക്കുകൾ വികസിപ്പിക്കാം. ആ പഴയ റോഡ് പലയിടത്തും ഒരു വെറുതെ കിടക്കുന്നുണ്ടാകും, പ്രത്യേക ഉപയോഗമൊന്നുമില്ലാതെ. അത്തരം സ്ഥലങ്ങൾ എങ്ങനെ റെസ്റ്റോറന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒക്കെ ഒരു കേന്ദ്രമാക്കി നമുക്ക് കേരള രുചികളുടെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരാശയം ഞങ്ങൾ അതിലും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. കൂടുതൽ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് കേരളം. 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് യുഎഇയിലെ ഷറഫ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. നിക്ഷേപക സംഗമത്തിന് ഇന്ന് സമാപനമാകും. ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ 2 ദിവസത്തെ സംഗമത്തിലൂടെ സർക്കാർ മുന്നോട്ട് വെച്ചത്. കേരളത്തിന്റെ കുതിപ്പിന് കരുത്താകാൻ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ വരാൻ സന്നദ്ധമായിരിക്കുന്നത്? ഇന്നും കൂടുതൽ നിക്ഷേപങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ യുഎഇയിലെ ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പും കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങും. മലബാർ സിമന്റ്സ് കൊച്ചിൻ പോർട്ടിൽ നിന്നും വാടകയ്ക്കെടുത്ത സ്ഥലത്താകും നിർമ്മാണശാല ഉണ്ടാവുക. എന്തായാലും ഉച്ചകോടി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉച്ചകോടിയിൽ എത്രത്തോളം നിക്ഷേപങ്ങൾ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും ഇന്നലെ തന്നെ അദാനി ഗ്രൂപ്പ് 30,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ മറ്റ് ചില ഗ്രൂപ്പുകളും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷറഫ് ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ് അടക്കം കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ ഉച്ചകോടിയിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം ഈ ഉച്ചകോടിയിലൂടെ കേരളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് വ്യവസായ വകുപ്പിന്റെ പ്രതീക്ഷ. എന്തായാലും ഇതിൽ വിശദമായി തന്നെ എത്രത്തോളം നിക്ഷേപം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെയാണ് ഇത്തരത്തിൽ താൽപര്യപത്രവുമായി മുന്നോട്ട് വന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വിശദമായി അറിയാൻ കഴിയും. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയും യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 1-to-1 മീറ്റിംഗുകൾ അടക്കം നടത്തുന്നുണ്ട്. ഓരോ ഗ്രൂപ്പുമായും ഓരോ വ്യവസായികളുമായും ഇത്തരത്തിൽ മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയും നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ധാരണാപത്രത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവർ പറയുകയാണെങ്കിൽ, അത്തരം പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ അത് പരിഹരിക്കാനും നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന തരത്തിലാണ് ചർച്ചകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നും വിവിധ സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ ഉച്ചകോടി എത്തുന്നത്. സുജിയ. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. അനർട്ടിലെ കോടികളുടെ ക്രമക്കേടിൽ റിപ്പോർട്ടർ എസ്ഐടി അന്വേഷണം തുടരുന്നു. ടെൻഡർ നടപടി പൂർത്തിയാകും മുമ്പ് തന്നെ ടൈറ്റാനിയത്തിൽ 11 കോടി രൂപയുടെ പ്ലാന്റ് സ്ഥാപിച്ചു തുടങ്ങി എന്നതിന്റെ തെളിവുകൾ